കേരളത്തിൽ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ പരിഗണനയിലെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷനായി കമ്മീഷനെ ഉടൻ നിയോഗിക്കും. മൂവാറ്റുപുഴയിലെ ഓണാഘോഷ പരിപാടിക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജിജീഷ് കരുണാകരനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ജിജീഷെ, എന്തായാലും ഇത്തരത്തിൽ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജില്ലാ രൂപീകരണം, ഇതിന് പിന്നിലെ രാഷ്ട്രീയം ആരെയൊക്കെയോ കൃത്യമായി പ്രീണിപ്പിക്കാൻ തന്നെയല്ലേ ഈ ലക്ഷ്യം? തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു കാലങ്ങളായി ഉയർന്ന ആവശ്യം എന്ന നിലയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ കൃത്യമായി അവിടെ മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് പ്രധാനമായും വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് ഒരു ചില പ്രാദേശികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. മൂവാറ്റുപുഴയിൽ അവിടെ നേരത്തെ തന്നെ മൂവാറ്റുപുഴയിൽ ഉള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം പറയുന്ന ഒരു കാര്യമായിരുന്നു മൂവാറ്റുപുഴ, ഒപ്പം തന്നെ കോതമംഗലം, തൊടുപുഴ ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണം. നിലവിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും താലൂക്കുമുണ്ട്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും താലൂക്കുമുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത് പലപ്പോഴും നഗര കേന്ദ്രീകൃതമായി വികസന ഫണ്ടുകളെല്ലാം തന്നെ ചെലവഴിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ പോലെ മലയോര മേഖലകളിലേക്ക് ഇത്തരത്തിൽ കൃത്യമായ ഫണ്ടുകൾ എത്തുന്നില്ല, ആ മേഖലകളിലേക്ക് ഫണ്ടുകൾ എത്തിപ്പെടുന്നില്ല, വികസനം കാര്യമായി നടക്കുന്നില്ല എന്നീ കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. മാത്യു കുഴൽനാടൻ ഇക്കാര്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ചിരുന്നു. ഇനി പരിപാടിക്കിടയിലും മാത്യു കുഴൽനാടൻ ഇത്തരം ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പുതിയ ജില്ല പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ ഒരു ജില്ല വരികയാണെങ്കിൽ, കൂടുതലായ ഒരു ജില്ല കൂടി വരികയാണെങ്കിൽ അതിൽ പ്രഥമ പരിഗണന മൂവാറ്റുപുഴയ്ക്കാണ്, മൂവാറ്റുപുഴ ജില്ല ഉണ്ടാകുമെന്നും പറഞ്ഞത്. താൻ എറണാകുളം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വിട്ടുപോകുന്നതിൽ തനിക്ക് വിഷമമുണ്ടെന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു കാര്യങ്ങൾ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ പറഞ്ഞത്. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടില്ല. അവിടെ MLA പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ വി ഡി സതീശൻ ഇത്തരം ചില പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ശരി, വ്യക്തമാണ്. കേരളത്തിൽ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ്. ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ ഡീലിമിറ്റേഷനായി കമ്മീഷനെ ഉടനെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴയിലെ ഓണാഘോഷ പരിപാടിക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ജിജീഷ് കരുണാകരനാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകിയത്.